الحمد لله نعبده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم ويل للمطففين الذين إذا اكتالوا على الناس يستوفون وإذا كالوهم أو وزنوهم يخسرون ألا يظن أولئك أنهم مبعوثون ليوم عظيم ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ, ജീവിതത്തിൽ എല്ലാ മേഖലകളിലും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് രഹസ്യ ജീവിതവും പരസ്യ നിലപാടുകളും പടച്ചവൻ തൃപ്തിപ്പെടുന്ന രീതിയിൽ സംവിധാനിക്കാൻ എല്ലാവരോടും എന്നോടും ഞാൻ ആദ്യമായി ഉദ്ബോധിപ്പിക്കുകയാണ്. മനുഷ്യ സമൂഹത്തിൽ പലതരത്തിലുള്ള ഫസാദുകളും പരക്കുകയാണ്. ഈ ഫസാദുകൾ പരക്കുമ്പോൾ അതിൻ്റെ അനന്തരഫലമായി ഒരു സമൂഹത്തിൻ്റെ ധാർമ്മികത നഷ്ടപ്പെടുകയും ക്രമേണ ആ സമൂഹത്തിൻ്റെ ഇസ്സത്തും അതിൻ്റെ പ്രതാപവും നഷ്ടപ്പെട്ട് വളരെ മോശപ്പെട്ട ഒരു സമൂഹമായി അധപ്പതിക്കും. അങ്ങനെ ആ സമൂഹത്തിൻ്റെ നാശം സംഭവിക്കും. ചരിത്രത്തിൽ ഇന്നോളം നടന്ന സാമൂഹിക വിനാശങ്ങളുടെയൊക്കെ പരിണിതി ആ സമൂഹത്തിൽ നിലനിന്ന ഫസാദുകൾ വ്യാപിക്കുകയും അതിനെ തടയാനും ഉപദേശിക്കാനും നിയന്ത്രിക്കാനും ആളുകളില്ലാതാവുകയും ചെയ്തപ്പോഴാണ്. അതുകൊണ്ട് തന്നെ വളരെ മോശപ്പെട്ട ഹക്ക് എന്താണ് ബാത്തിൽ എന്താണ് എന്ന് വേർതിരിച്ച് അതിൻ്റെ വിഭജനങ്ങളൊന്നും അറിയാതെയായി പോയ ഒരു ജാഹിലിയത്ത്, ആ ജാഹിലിയത്തിലേക്കാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനായി നിയോഗിക്കപ്പെട്ടത്. വിശുദ്ധൻ പറഞ്ഞു, ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ല ലഫീ ളലാലിൻ മുബീൻ. ആ നിരക്ഷരരായ സമൂഹത്തിലേക്ക് റസൂലിനെ അയച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അള്ളാഹുവിൻ്റെ വചനങ്ങൾ അവർക്ക് ഓതിക്കൊടുക്കുന്നു, അവരെ സംസ്കരിക്കുന്നു. അള്ളാഹുവിൻ്റെ ഖുർആനും അതുപോലെ തന്നെ അനുബന്ധ വിജ്ഞാനങ്ങളും അവരെ പഠിപ്പിക്കുന്നു. മുമ്പവർ വളരെ മോശപ്പെട്ട വലാലത്തിലായിരുന്നു. അങ്ങനെ വളരെ മോശപ്പെട്ട വലാലത്തിൽ നിന്ന് ഒരു സമൂഹത്തെ മോചിപ്പിച്ച് ലോകത്തിന് തന്നെ മാതൃകയായ ഒരു സമൂഹമാക്കി അവരെ മാറ്റിയ ഒരു ദഅവത്ത് അത് ഈ ലോകത്ത് സംഭവിച്ചിട്ടുണ്ട്. അതാണ് ദഅവത്ത് മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൻ്റെ അനുയായികളാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ എല്ലാ അർത്ഥത്തിലും ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ അതിൻ്റെ ഏറ്റവും പ്രഥമവും പ്രധാനവുമായ കാര്യം എല്ലാവിധത്തിലുള്ള ഫസാദുകളും സമൂഹത്തിൽ നിന്ന് ഇല്ലാതാക്കുകയും പകരം നന്മകൾ വ്യാപിക്കുകയും ചെയ്യലാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ലാ തുഫ്സിദു ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹ. ഭൂമിയിൽ നന്മ വ്യാപിച്ചതിന് ശേഷം
പിന്നെ അവിടെ നാശമുണ്ടാക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കൊണ്ടുവരരുത്, നാശമുണ്ടാക്കുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കരുത്. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, സൂറത്ത് അൽ ബഖറയിൽ, വഇദാ തവല്ല, മനുഷ്യൻ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തെത്തിയാൽ, സആഫിൽ അർളി, ഭൂമിയിൽ അവൻ പ്രവർത്തിക്കുന്നത് യുഫ്സിദ ഫീഹ, ആ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കാനാണ്. വയുഹ്ലികുൽ ഹർസ വന്നസ് വല്ലാഹു ലാ യുഹിബ്ബുൽ ഫസാദ്, അങ്ങനെ അവന്റെ ആ ഫസാദ് നിമിത്തം എല്ലാവിധത്തിലുള്ള കൃഷികളും അതുപോലെ തന്നെ മനുഷ്യ വിഭവങ്ങളും മനുഷ്യന്റെ തലമുറകളോളമുള്ള പുരോഗതിയും അത് തടസ്സപ്പെടുത്തുന്നു. ഒരിക്കലും അള്ളാഹു ഫസാദിനെ ഇഷ്ടപ്പെടുന്നില്ല. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ മുജാഹിദ്, പ്രസിദ്ധ ഖുർആൻ വ്യാഖ്യാതാവായ താബിഈ മുജാഹിദ് പറയാണ്, ഇദാ സആഫിൽ അർളി ഫസാദൻ മന അല്ലാഹുൽ ഖതർ. എങ്ങനെയാണ് കൃഷി നശിക്കുന്നത്, എങ്ങനെയാണ് മനുഷ്യന്റെ നാഗരികത കാര്യങ്ങൾ ഇല്ലാതെയാകുന്നത്? കാരണം അവർക്ക് ക്ഷേമമുണ്ടാകുന്ന കാര്യങ്ങൾ അള്ളാഹു നിർത്തിക്കളയും. ഭൂമിയിൽ നാശങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ അള്ളാഹുവിന്റെ കോപം വിളിച്ചു വരുത്തും. ആ അള്ളാഹുവിന്റെ കോപമുണ്ടായാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പല പരീക്ഷണങ്ങൾ അവർക്ക് നൽകും. അതിൽപ്പെട്ടതാണ് മഴ തടയുക എന്നത്. അപ്പൊ മഴ തടഞ്ഞാൽ ഒരിക്കലും കൃഷി വിഭവങ്ങൾ ഉണ്ടാവുകയില്ല, സസ്യങ്ങൾ മുളക്കുകയില്ല, അതിനനുബന്ധമായ എല്ലാ വിഭവങ്ങളും അത് പരിമിതപ്പെട്ടു പോകും. അത് പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുന്നതിന് കടുത്ത മുന്നറിയിപ്പാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ കാണാം, വല്ലദീന യൻഖുദൂന അഹദല്ലാഹി മിൻ ബഅദി മീസാഖിഹി വയഖ്തഊന മാ അമറല്ലാഹു ബിഹി അൻ യൂസൽ വയുഫ്സിദൂന ഫിൽ അർളി ഉലൈക ലഹുമുൻ ലഅനതു വലഹും സൂഉദ്ദാർ. വല്ലദീന യൻഖുദൂന അഹദല്ലാഹി മിൻ ബഅദി മീസാഖിഹി, പടച്ചവനോട് കരാർ ചെയ്തതിനു ശേഷം അത് ലംഘിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ അള്ളാഹു നിർബന്ധമായും ചേർക്കണമെന്ന് പറഞ്ഞ കുടുംബബന്ധം, വയഖ്തഊന മാ അമറല്ലാഹു ബിഹി അൻ യൂസൽ, ചേർക്കപ്പെടണമെന്നും പരീക്ഷിക്കപ്പെടണമെന്നും അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള കുടുംബബന്ധങ്ങളെ മുറിച്ചെറിയുന്നവൻ, വയുഫ്സിദൂന ഫിൽ അർള്, ഭൂമിയിൽ നാശവും അതുപോലെ തന്നെ ഫിത്നയും ഉണ്ടാക്കുന്ന ആളുകൾ, ഉലൈക ലഹുമുൽ ലഅന, അവർക്കാണ് ശാപമുള്ളത്, വലഹും സൂഉദ്ദാർ, അവർക്ക് ഏറ്റവും മോശപ്പെട്ട ഭവനമാണ് നരകം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പടച്ചവനോട് ചെയ്തിട്ടുള്ള കരാറുകൾ പാലിക്കണം. അതുപോലെ ഭൂമിയിൽ തന്റെ ബന്ധുക്കളോടും കുടുംബങ്ങളോടും നല്ല നിലക്ക് ആ കുടുംബബന്ധങ്ങൾ പരിരക്ഷിച്ചുകൊണ്ട് എല്ലാ ഒത്താശകളും ചെയ്ത് ആ കുടുംബബന്ധം ചേർത്തുകൊണ്ടേ പോകണം. യാതൊരു വിധത്തിലുള്ള ഫസാദുകളിലും നമ്മൾ ഇടപെടാൻ പാടില്ല. ആ ഫസാദുകൾ എന്താണെന്ന് ചില ഉദാഹരണങ്ങൾ ഇൻഷാ അല്ലാഹ് നിങ്ങളെ ഞാൻ മനസ്സിലാക്കി തരാം. അതിൽപ്പെട്ട ഒന്നാമത്തെ ഫസാദ്, ആ ഫസാദുകളിൽ ഒന്നും നമ്മൾ പെടാൻ പാടില്ല. അപ്പോഴാണ് അള്ളാഹുവിന്റെ രക്ഷ നമുക്കുണ്ടാവുക. ഏറ്റവും പ്രധാനപ്പെട്ട ഫസാദ് മനുഷ്യന്റെ അഖീദ പിഴപ്പിക്കുന്ന ഫസാദാണ്. മനുഷ്യന്റെ വിശ്വാസം തകരാറാക്കുക. ചില ചെറുപ്പക്കാരായ ആളുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, അവര് വളരെ പെട്ടെന്ന് നല്ല നമസ്കാരവും നല്ല ഖുർആൻ പാരായണവും നല്ല നിലക്കുള്ള പള്ളിയുമായിട്ടുള്ള ബന്ധവും ഒക്കെ ഉണ്ടായിരുന്ന ആളുകൾ പെട്ടെന്ന് അതൊക്കെ ഒഴിവാക്കി മോശപ്പെട്ട ആശയങ്ങളിലേക്ക് പോവുക. നിരീശ്വരവാദത്തിലേക്കും നിർമ്മതവാദത്തിലേക്കും അതുപോലെ തന്നെ വളരെയധികം ഭൗതികമായ രൂപത്തിലേക്ക് പഴച്ചു പോവുക. അള്ളാഹുവിന്റെ ഹിദായത്ത് അവർക്ക് കിട്ടിയില്ല, അതിൽ അവർക്ക് ഉറച്ചു നിൽക്കാൻ സാധിച്ചില്ല എന്നർത്ഥം. അങ്ങനെയുള്ള ഫസാദ്. അതേ പ്രകാരം തന്നെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, അവൻ മാത്രമാണ് ഇലാഹ് എന്നതാണ് നമ്മുടെ അഖീദ. എന്നാൽ ആ അള്ളാഹുവിന്റെ സ്ഥാനത്തേക്ക് ജീവനുള്ളവരെയോ മരിച്ചവരെയോ വിഗ്രഹങ്ങളെയോ പ്രകൃതിയിലെ വസ്തുക്കളെയോ ഒക്കെ ആരാധ്യന്മാരാക്കി അവർക്ക് മുമ്പിൽ സുജൂദ് ചെയ്യുക, അവർക്ക് കുമ്പിടുക, അവരോട് ആവശ്യങ്ങൾ തേടുക, അവർക്കതിനെല്ലാം കഴിവുണ്ടെന്ന് പ്രചരിപ്പിക്കുക. ഇങ്ങനെയുള്ള ഫസാദ്, അത് ഫസാദിന്റെ കൂട്ടത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ഫസാദാണ് മനുഷ്യന്റെ അഖീദ പിഴപ്പിക്കുക എന്ന കാര്യം. ഒരുപാട് ആളുകൾ ഇങ്ങനെയുള്ള അഖീദ പിഴപ്പിച്ചുകൊണ്ട് ജനങ്ങളെ ചൂഷണം ചെയ്ത് ജീവിക്കുന്നു. വലിയ വലിയ മഖാമുകൾ കെട്ടിയുയർത്തി ആ മഖാമുകളിൽ പൂജാരിമാരെയും പരിചാരകന്മാരെയും വെച്ച് ധാരാളക്കണക്കിന് ആളുകൾ അവിടെ സന്ദർശിക്കുന്നു. അവിടെ ആവശ്യങ്ങൾ സാധിക്കാൻ വേണ്ടി ധാരാളമായി പണം അവർക്ക് കൊടുക്കുന്നു. ആ പണം സംഭരിച്ചുകൊണ്ട് എല്ലാ അർത്ഥത്തിലുള്ള ഫസാദും സമൂഹത്തിൽ ഉണ്ടാക്കുന്നു. സഹോദരന്മാരെ, ഇത് വളരെയധികം മുന്നറിയിപ്പ് നൽകപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ മുജാഹിദ് നേരത്തെ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞു. ഇദാ റഖിബു അൽ മഅസിയത്തല്ലാഹ് ഖീല ലഹും, എന്തെങ്കിലും കുറ്റങ്ങൾ ചെയ്യരുത് എന്നവരോട് പറഞ്ഞാൽ
അവര് ഇന്നമാ നഹ്നു അൽ ഹുദാ മുസ്ലിഹൂൻ, ഞങ്ങൾ ഇസ്ലാഹ് ഉണ്ടാക്കുന്ന ആൾക്കാരാണ്, ഞങ്ങൾ നല്ലതല്ലേ ചെയ്യുന്നത് എന്ന് അവർ അവകാശപ്പെടും. അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായി മനുഷ്യന്റെ ബുദ്ധിയെയും വിവേകത്തെയും ഒക്കെ നശിപ്പിക്കുന്ന, അവരുടെ ഇടയിൽ ഒന്നുകിൽ ദൈവനിഷേധമോ അതല്ലെങ്കിൽ ബഹുദൈവ വിശ്വാസമോ ഉണ്ടാക്കുന്ന എല്ലാ നീക്കങ്ങളെയും നമ്മൾ ഉപദേശത്തിലൂടെ ദഅവത്തിലൂടെ നമ്മൾ പരാജയപ്പെടുത്തേണ്ടതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഫസാദ് അൽ ഫസാദുൽ മാലി. ഒരുപാട് ആളുകൾക്ക് ഈ ധനത്തിന്റെ ഫസാദ്, ധനം കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല. എങ്ങനെയെങ്കിലും സമ്പാദിക്കണം. അതെങ്ങനെ സമ്പാദിച്ചു, എവിടെ നിന്നാണ് ധനം വരുന്നത്, എങ്ങനെയാണ് അതിന്റെ മാർഗങ്ങൾ, എങ്ങനെയാണ് അതിന്റെ വസീല, ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല, പൈസ കിട്ടിയാൽ മതി. അപ്പൊ പല രൂപത്തിൽ പണവുമായി ഇടപെടുന്ന ആളുകൾ ആ ധനസംബന്ധമായി അവർക്ക് പരിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനം. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വഅലമു അന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന, നിങ്ങളുടെ ധനവും നിങ്ങളുടെ സന്തതികളും നിങ്ങൾക്കൊരു പരീക്ഷണമാണ്. ധനത്തിലൂടെ നിങ്ങൾക്ക് പരീക്ഷണം വരും, നിങ്ങളുടെ മക്കളിലൂടെ നിങ്ങൾക്ക് പരീക്ഷണം വരും. എന്നിട്ട് വഅന്നല്ലാഹ ഇൻദഹു അജ്റുൻ അളീം, ഈ പരീക്ഷണങ്ങളിൽ വിജയിച്ച ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ മഹത്തായ പ്രതിഫലമുണ്ട്. അപ്പോൾ മക്കളെ കൊണ്ട് പരീക്ഷണം വരും. ചിലപ്പോൾ മക്കൾക്ക് വേണ്ടി ഹറാമായ സമ്പാദ്യങ്ങൾ, ആ മക്കളെ പോറ്റാനും എന്നാൽ ആ മക്കൾക്ക് വളരെ ഉന്നതമായ കാര്യങ്ങൾ നേടാനും അവർക്ക് വേണ്ട ആവശ്യങ്ങൾ നിർവഹിക്കാനും ഒക്കെ വളരെ മോശപ്പെട്ട മാർഗങ്ങളിലൂടെ പണം സമ്പാദിച്ച് ദൂർത്തടിക്കുന്ന ആളുകളുണ്ട്. ഇപ്പൊ സഹോദരന്മാരെ, ആ ഫസാദുൽ മാല്, ധനം കൊണ്ടുണ്ടാകുന്ന ഫസാദ്, അത് നമ്മൾ തടയണം. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നലി കുല്ലി ഉമ്മത്തിൻ ഫിത്ന, എല്ലാ സമുദായത്തിനും ഒരു പരീക്ഷിക്കപ്പെടുന്ന വസ്തു ഉണ്ടാകും, നാശത്തിൽ അവർ അകപ്പെടാൻ കാരണമായ എന്തെങ്കിലും ഒരു കാര്യമുണ്ടാകും. എന്നാൽ ഫിത്നത്തു ഉമ്മത്തി, എന്റെ സമുദായത്തിന് നാശമുണ്ടാക്കുന്ന കാര്യം ഞാൻ ഭയപ്പെടുന്ന അൽ മാലു, ധനമാണ്. അധിക പേർക്കും കുറ്റങ്ങളിൽ അകപ്പെടാനും നാശത്തിൽ അകപ്പെടാനും കാരണമായി തീരുന്നത് ധനമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുപോലെ തന്നെ കൈക്കൂലി. കൈക്കൂലി എന്ന് പറയുന്നത് ഒരിക്കലും ഹലാലായ പണമല്ല. ഏതെങ്കിലും ഒരാൾക്ക് ഒരു കാര്യം ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടി ഒന്നാൾക്ക് ഉദ്യോഗസ്ഥൻ എന്ന നിലക്ക് ബാധ്യതപ്പെട്ട് അയാളെ നിർവഹിച്ചു കൊടുക്കണം. ഏതെങ്കിലും ഒരു പേപ്പർ പാസ്സാക്കി കൊടുക്കാൻ അതിന്റെ സമയത്ത് അത് പ്രവർത്തിക്കുകയും അതിന്റെ അവകാശികൾക്ക് അത് പാസ്സാക്കി കൊടുക്കുകയും ചെയ്യണം. പക്ഷേ അത് അവിടെ താമസിപ്പിക്കും. എന്തെങ്കിലും ചില കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അത് മുടക്കും. എന്നിട്ടോ അത് സാധിക്കണമെങ്കിൽ പിന്നെ വേറെ ചില മാർഗങ്ങളിലൂടെ ആ ആവശ്യക്കാരനെ ധരിപ്പിക്കും, ഇത്ര പൈസ കൊടുത്താൽ അത് പെട്ടെന്ന് ശരിയാവും. ഇങ്ങനെ പല വിധത്തിലുള്ള മനുഷ്യ ജനസേവനത്തിന്റെ കേന്ദ്രങ്ങളിലും ഈ കൈക്കൂലിയാകുന്ന ഫസാദ് വളരെ വ്യാപകമായ നാശം വിതച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് ചെറിയ കാര്യങ്ങൾ മുതൽ വലിയ കാര്യങ്ങൾ വരെ ശരിയാൻ ഭീമമായ തുക കൈക്കൂലി കൊടുക്കേണ്ടി വരുന്നു. അതുകൊണ്ട് തന്നെ ജൂതന്മാരെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞു, സമ്മാഊനൽ കദിബ് അക്കാലൂനൽ ഇസ്ഹത്ത്, അവർ എപ്പോഴും ഏഷണി കേൾക്കും, നുണ പറയുന്നത് കേട്ടുകൊണ്ടേയിരിക്കും. സമ്മാഊനൽ കദിബ് അക്കാലൂനൽ ഇസ്ഹത്ത്, നിഷിദ്ധമായ ധനം അവർ ഭക്ഷിക്കും. ഇതിന് ഹസൻ അൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, അക്കാലൂനൽ ഇസ്ഹത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അരിശ്വ, കൈക്കൂലിയാണ്. വാങ്ങാൻ പാടില്ലാത്ത, തനിക്ക് അവകാശമില്ലാത്ത, തനിക്കൊരു നിലക്കും അർഹതയില്ലാത്ത പണം മേശയുടെ അടിയിലൂടെ വാങ്ങുക. ഈ പണിക്കാണ് റിശ്വത്ത് എന്ന് പറയുന്നത്. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർറാശി വൽ മുർത്തശി, കൈക്കൂലി വാങ്ങുന്നവനെയും കൈക്കൂലി കൊടുക്കുന്നവനെയും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിരിക്കുന്നു. അതായത് കൈക്കൂലി വാങ്ങുന്നവൻ മാത്രമല്ല, കൈക്കൂലി കൊടുക്കുന്നവനും യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ശിക്ഷക്കും ശാപത്തിനും വിധേയമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മാത്രമല്ല അതിന്റെ ഇടയിൽ വേറൊരു ഹദീസിൽ റായിഷ എന്നുമുണ്ട്, കൈക്കൂലിക്കാരന്റെയും കൈക്കൂലി വാങ്ങുന്നവന്റെയും കൊടുക്കുന്നവന്റെയും ഇടയിൽ സംഖ്യ ഉറപ്പിക്കാൻ വേണ്ടിയുള്ള ദല്ലാളന്മാർ, അവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ശപിച്ചിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആണ് സഹോദരന്മാരെ, റിശ്വ, കൈക്കൂലിയിൽ നിന്ന് എല്ലാ അർത്ഥത്തിലും മാറി നിൽക്കണം എന്ന് മാത്രമല്ല, ചില ആളുകൾ പറയും ഉദ്യോഗസ്ഥന്മാർക്ക് ഹദിയ, ഒരു പെന്ന് കൊടുക്കുക, വാച്ച് കൊടുക്കുക, അതല്ലെങ്കിൽ ഡ്രസ്സ് വാങ്ങിക്കൊടുക്കുക, ഇങ്ങനെ പലതരത്തിലുള്ള പണമല്ലാത്ത തരത്തിലുള്ള കൈക്കൂലിയും യഥാർത്ഥത്തിൽ കൈക്കൂലി തന്നെയാണ്. അപ്പൊ അങ്ങനെയൊക്കെ കൊടുത്ത് അവരെ സന്തോഷിപ്പിച്ചാലേ കാര്യം നടക്കുള്ളൂ എന്ന് വരുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൈക്കൂലിയുടെ ഇനത്തിൽപ്പെടും എന്ന് മനസ്സിലാക്കണം. ഒരു സംഭവം
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായ സംഭവം ഹദീസിൽ ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. അതായത് ഇസ്താമല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റജുലൻ മിൻ ബനി അസദ്, ബനു അസദ് ഗോത്രത്തിൽപ്പെട്ട ഒരാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉദ്യോഗസ്ഥനായി നിശ്ചയിച്ചു. അയാളുടെ പേര് ഇബ്നു ലുത്ബിയ്യ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അലാ സദഖ, ഒരു നാട്ടിലേക്ക് പോയി അവിടെയുള്ള സക്കാത്ത് സംഭരിച്ച് ബൈത്തുൽ മാലിലേക്ക് കൊണ്ടുവരാനുള്ള ഉദ്യോഗസ്ഥനായി അയാളെ നിശ്ചയിച്ചു. ഫലമ്മ ഖദിമ, സക്കാത്തൊക്കെ പിരിപ്പിച്ച് മദീനയിൽ വന്നപ്പോ അദ്ദേഹം പറഞ്ഞു, ഹാദാ ലക്കും വഹാദാ ഉഹ്ദിയ ഇലയ്യ, ഇത് നിങ്ങളുടെ സക്കാത്തിന്റെ മുതലാണ്, അത് നിങ്ങൾ ബൈത്തുൽ മാലിലേക്കുള്ളതാണ്. ഇത് അതിൽപ്പെട്ടതല്ല, വഹാദാ ഉഹ്ദിയ ഇലയ്യ, ഇത് എനിക്ക് ഹദിയയായി കിട്ടിയതാണ് എന്ന് ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. അങ്ങനെ ഫഖാമൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മിമ്പർ, ഇത് അറിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെ ഉപദേശിക്കാനായി മിമ്പറിന്റെ മുകളിൽ കയറി. ഫഹമിദല്ലാഹു വസ്ന അലൈഹി, അല്ലാഹുവിനെ സ്തുതിച്ചു വാഴ്ത്തി. സുമ്മ ഖാല മാ ബാലുൽ ആമിൽ, ഒരു ജോലിക്കാരനായി ഞാൻ നിശ്ചയിച്ച വ്യക്തിയുടെ നിലവാരം എന്താണ്? നബഅസുഹു ഫയതി യഖൂലു, ഞാൻ അവനെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞയക്കുന്നു, തിരിച്ചു വന്നിട്ട് അയാൾ പറയുന്നു, ഹാദാ ലക, ഇത് നിനക്കുള്ളതാണ്, വാദാ ഉഹ്ദിയലി, ഇത് എനിക്ക് ഹദിയ കിട്ടിയതാണ് എന്നാണ് അയാൾ അവകാശപ്പെടുന്നത്. ഫഹല്ലാ ജലസ അലാ ബൈതി അബീഹി വ ഉമ്മിഹി ഫയൻദുർ അയുഹ്ദിയ ലഹു അംല, അയാൾക്ക് വാപ്പന്റെ വീട്ടിലോ ഉമ്മന്റെ വീട്ടിലോ കുടുംബത്തിലോ ഇരുന്നാൽ പോരായിരുന്നോ? അങ്ങനെ ഇരുന്നിട്ട് അയാൾ ഇപ്പോൾ അവകാശപ്പെടുന്ന ഹദിയ അയാൾക്ക് അയാളുടെ വീട്ടിലേക്ക് ആരെങ്കിലും കൊണ്ടുപോയി കൊടുക്കുമോ? ഈ ഉദ്യോഗസ്ഥരെന്ന നിലയിൽ ആ ഉദ്യോഗത്തിന് പോയി ആളുകളുമായി ഇടപെട്ടതിന്റെ പേരിൽ ചില ആനുകൂല്യങ്ങൾ കിട്ടാൻ വേണ്ടി അവർ കൊടുത്ത ഹദിയായിരുന്നു. അതൊരിക്കലും ഹദിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പിടിച്ചെടുക്കുകയും അത് ബൈത്തുൽ മാലിലേക്ക് വരവ് വെക്കുകയും ചെയ്തു എന്നാണ് നമ്മൾ ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യഅതി ബിശൈഇൻ ഇല്ലാ ജാഅ ബിഹി യൗമൽ ഖിയാമത്തി യഹ്മിലുഹു അലാ റഹബത്തിഹി, അനാവശ്യമായി അനർഹമായി ഏതൊരു പണമാണോ ഒരുത്തൻ സമ്പാദിച്ചത് അത് അവന്റെ പെരടിയിൽ തൂക്കിയിട്ട് അതിനെ ചുമന്നുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അവൻ മഹ്ശറ ഭൂമിയിൽ ഒരുമിച്ച് കൂട്ടുക എന്ന് ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പൊ സഹോദരന്മാരെ, ഒരു തുണ്ട് ഭൂമി മറ്റൊരുത്തന്റേത് കയ്യേറി വളച്ചുകെട്ടി തന്റെ കൃഷിസ്ഥലമാക്കി മാറ്റി, എന്നാൽ ഈ വലിയ ഭൂമി ഖിയാമത്ത് നാളിൽ അവന്റെ തലയിൽ പേറി നിറയ്ക്കേണ്ട ഗതികേട് എല്ലാ മനുഷ്യരും സാക്ഷിയായി നിൽക്കുന്ന മാലോകർക്ക് മുമ്പിൽ തന്റെ വഞ്ചനയും തന്റെ ചതിയും അതേ പ്രകാരം അവൻ മോഷ്ടിച്ചെടുത്ത മുതലും കട്ടെടുത്ത മുതലും കൈക്കൂലി വാങ്ങിയ പണവും എല്ലാം തന്നെ അവിടെ അള്ളാഹുവിന്റെ മുമ്പിൽ അവിടെ ഹാജരാക്കപ്പെടും എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കണം. ഈ ഹദീസ് മുത്തഫഖുൻ അലൈഹി ഹദീസാണ്. അതുകൊണ്ട് തന്നെ അതുപോലെ ചതി കാണിച്ചുകൊണ്ട് ഇല്ലാത്ത ഗുണങ്ങൾ ചില സാധനങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞ് കസ്റ്റമറെ പറഞ്ഞ് വിശ്വസിപ്പിച്ചുകൊണ്ട്, അതുപോലെ തന്നെ ഉള്ളിൽ മോശപ്പെട്ട കാര്യം സൂക്ഷിച്ച് പുറമെ അതിനെ ചമയിച്ച് അലങ്കാരത്തോടുകൂടി ഏർപ്പാടാക്കിക്കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ യഥാർത്ഥത്തിൽ അതൊക്കെ ഫസാദുൽ മാലിൽപ്പെട്ടതാണ്, ധനത്തിന്റെ ഫസാദിൽപ്പെട്ടതാണ് നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പറഞ്ഞു, വലാ തഅകുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ, നിങ്ങൾ ബാത്തിലായ നിലക്ക് മറ്റൊരുത്തന്റെ പണം വാങ്ങി നിങ്ങൾ തിന്നരുത്. ബാത്തിലായ നിലക്ക് തന്നെ നിഷിദ്ധമായ നിലക്ക് ഹലാലല്ലാത്ത നിലക്ക് മറ്റൊരുത്തന്റെ പണം നിങ്ങളുടെ വയറ്റിലാവരുത് എന്ന് ഖുർആൻ മുന്നറിയിപ്പ് നൽകുകയാണ്. ഹദീസിൽ കാണാം, മൻ അഖദ മാല ഗൈരിഹി അലാ വജ്ഹി ഇദ്നി ശറൈ വഖദ് അക്കലഹു ബിൽ ബാത്തിൽ. മൻ അഖദ മാല ഗൈരിഹി ലാ അലാ വജ്ഹി ഇദ്നി ശറൈ, ഇസ്ലാം അനുവദിക്കുന്ന ശറഅ് അനുവദിക്കുന്ന മാർഗങ്ങളിലൂടെ അല്ലാതെ ഒരു അന്യ സഹോദരന്റെ ധനം നിങ്ങൾ സമ്പാദിച്ചാൽ ഖദ് അക്കലഹു ബിൽ ബാത്തിൽ, അവൻ ബാത്തിലാണ് ഭക്ഷിക്കുന്നത് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് തന്നെ വളരെ കടുത്ത ശിക്ഷയാണ് ഇത് വരാൻ പോകുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വൈലുൽ ലിൽ മുത്തഫിഫീൻ, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നവർക്ക് നാശം. അല്ലവിന ഇദക്താലു അലന്നാസി യസ്തൗഫൂൻ, അവർ ജനങ്ങളിൽ നിന്ന് അളന്നു വാങ്ങുമ്പോൾ, സാധനങ്ങൾ ഇങ്ങോട്ട് വാങ്ങുമ്പോൾ അവർ പൂർണ്ണമായിട്ട് അളന്നു വാങ്ങും, ഒരു ധനി പോലും അവർ കുറക്കുകയില്ല. വൈദാ കാലൂഹും വസനൂഹും, ഈ ആളുകൾക്ക് അങ്ങോട്ട് തൂക്കിക്കൊടുക്കുമ്പോഴും അങ്ങോട്ട് അളന്നു കൊടുക്കുമ്പോഴും യുഹ്സിറൂൻ, അവർ കുറക്കും. തുലാസിൽ എന്തെങ്കിലും കൃത്രിമം കാണിച്ചു വെക്കും. അളവൊക്കെ ശരിയാണെന്നാണ് ഈ സാധു വാങ്ങുന്നവന് കണ്ടാൽ മനസ്സിലാവാതെ റെഡിയാണെന്നാണ്. പക്ഷെ എന്തെങ്കിലും ചില തകരാറുകൾ അതിൽ വരുത്തി വെച്ചിട്ടുണ്ടാകും. ശരിക്ക് അതിന്റെ കനം അതിൽ അത്ര ഉണ്ടാവുകയില്ല. അങ്ങനെയുള്ള ആളുകൾ അലാ യദുന്നു ഉലൈക അന്നഹും മബ്ഊസൂൻ, മരണാനന്തര ജീവിതത്തിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും എന്ന വസ്തുത അവർ മറന്നുപോവുകയാണോ? ലിയൗമിൻ അളീം, വളരെ ഭയങ്കരമായ പേടിപ്പെടുത്തുന്ന
ബേജാറുണ്ടാക്കുന്ന ഒരു ദിവസത്തിൽ അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും എന്നവർക്ക് അറിഞ്ഞുകൂടെ? യൗമ യഖൂമുൻ നാസു റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ മുമ്പിൽ ജനങ്ങൾ നിന്ന് അവരുടെ കർമ്മങ്ങൾക്ക്, പ്രവൃത്തികൾക്ക് മറുപടി പറയേണ്ട ഒരു അവസ്ഥയെക്കുറിച്ച് അവർ ആലോചിക്കുന്നില്ലേ എന്നാണ് ഇവിടെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. സഹോദരന്മാരെ, ഈ രൂപത്തിലുള്ള എല്ലാ ഫസാദുകളിൽ നിന്നും നമ്മൾ മാറി നിൽക്കേണ്ടതാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് അയ്ദിൻ നാസ്. കടലിലും കരയിലും നാശങ്ങൾ, കുഴപ്പങ്ങൾ, മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരുപാട് യുദ്ധങ്ങൾ പോലെയുള്ള കാര്യങ്ങൾ, അതുപോലെയുള്ള കൊള്ളകൾ, എല്ലാ വിധത്തിലുള്ള കരിഞ്ചന്ത, എല്ലാ കാര്യങ്ങളും അത് മനുഷ്യ കരങ്ങൾ പ്രവർത്തിച്ചുണ്ടാക്കിയതാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം പരീക്ഷണം നൽകുന്നത് ലിയുദീഖഹും ബഅദല്ലദി അമിലു, അവർ സ്വയം പ്രവർത്തിക്കുന്ന കുഴപ്പങ്ങളുടെ അനന്തരഫലം ഈ ഭൂമിയിൽ നിന്ന് തന്നെ അവർക്ക് അനുഭവപ്പെടാൻ വേണ്ടിയാണ് അല്ലാഹു അത്തരം ഫസാദുകൾ പരീക്ഷണമായി നൽകുന്നത്. ലഅല്ലഹും യർജിഊൻ, അവർ ശരിയായ ജീവിതത്തിലേക്ക് മടങ്ങാൻ വേണ്ടി, തഖ്വയിലേക്ക് മടങ്ങാൻ വേണ്ടി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുന്നു. അതുകൊണ്ട് എപ്പോഴും അല്ലാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാൻ പറഞ്ഞതുപോലെ അല്ലാഹുമ്മ ക്ഫിനാ ബിഹലാലിക അൻ ഹറാമിക വഗ്നിനാ ബിഫദ്ലിക അമ്മൻ സിവാക്, ഇത് നബി പഠിപ്പിച്ച ഒരു ദുആണ്. പടച്ചവനെ, നിന്റെ ഹറാമിൽ നിന്ന് നീ എനിക്ക് അനുവദിച്ച ഹലാല് കൊണ്ട് എനിക്ക് മതിയാക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കണമേ. വഗ്നിനാ ബിഫദ്ലിക അമ്മൻ സിവാക്, നിന്റെ ഫദ്ല് കൊണ്ടും അനുഗ്രഹം കൊണ്ടും മറ്റുള്ള ആളുകളെ ആശ്രയിക്കുന്നതിൽ നിന്ന് എനിക്ക് രക്ഷ നൽകണമേ. നിന്നെ ആശ്രയിക്കുക, നീ എന്നെ സഹായിക്കുക, നിന്റെ അനുഗ്രഹങ്ങൾ എനിക്ക് ലഭിക്കുക, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മറ്റുള്ളവരെ മുമ്പിൽ കൈനീട്ടുന്നതിനേക്കാൾ, മറ്റുള്ളവരെ ആശ്രയിക്കുന്നതിനേക്കാൾ അങ്ങനെ ഒരു അവസ്ഥ എനിക്ക് ഉണ്ടാക്കണമേ എന്നാണ്. അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഗ്നിനാ ബിഫദ്ലിക അമ്മൻ സിവാക് എന്ന ദുആ, അത് വളരെ നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ഹറാമുകളിൽ നിന്നും നമുക്ക് രക്ഷ നൽകുമാറാകട്ടെ. എല്ലാ ഫിത്നകളിൽ നിന്നും മാറി നിൽക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നന്മകൾ പരത്താനും ആ നന്മകൾ പ്രചരിപ്പിക്കാനും നന്മകൾക്ക് സാക്ഷികളാകാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل وسلم وبارك على عبدك ورسولك محمد وعلى آله وصحبه والذين اتبعوهم بإحسان إلى يوم الدين. أما بعد. സഹോദരന്മാരെ, സഹോദരികളെ, ഒന്നുകൂടി അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നോടും നിങ്ങളോട് ഞാൻ ഉണർത്തുകയാണ്. മുസ്ലിം സമുദായം അതിൻ്റെ എണ്ണം കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ വേറെ ഏതെങ്കിലും തരത്തിലുള്ള സന്നാഹങ്ങൾ കൊണ്ടല്ല അതിന് പ്രതാപമുണ്ടാകുന്നത്. നേരെ മറിച്ച് ആ സമൂഹത്തിൽ ഒരു സ്വഭാവം നിലനിൽക്കുമ്പോഴാണ് ആ സമൂഹത്തിന് ഇസ്സത്ത് ഉണ്ടാകുക. എന്താണ് ആ സ്വഭാവം? അൽ അംറു ബിൽ മഅറൂഫി വന്നഹി അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുക, തിന്മ കണ്ടാൽ അത് തടയുക. ഈ ഒരു സ്വഭാവം ഏതൊരു സമൂഹത്തിൽ നിന്ന് ഉയർത്തപ്പെട്ടു പോകുന്നുവോ ആ സമൂഹത്തിൽ നാശങ്ങൾ പരക്കും. അപ്പൊ നന്മയുണ്ടെങ്കിൽ ആ നന്മ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ആളുകൾ അത് സ്വീകരിക്കും. അപ്പൊ ജീവിതത്തിൽ അവരത് പാലിക്കും. അപ്പോൾ ഒരു നാട്ടിൽ നന്മകൾ അങ്ങനെ പറഞ്ഞു കൊടുക്കാനും ഉപദേശിക്കാനും ഒരു സംവിധാനം ഒരു നാട്ടിലുണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ ആ സമൂഹം നന്നാവും. ചീത്ത കണ്ടാൽ അത് ചീത്തയാണ്, അത് വെടിയണം, നമുക്ക് ശരിയല്ല എന്ന് ധൈര്യത്തോടുകൂടി പറയാൻ പറ്റുന്നൊരു സംവിധാനം ഒരു നാട്ടിലുണ്ടാകണം. അതാണ് അംറു ബിൽ മഅറൂഫ്. കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസി തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാഹ്. സൂറത്ത് ആൽ ഇംറാന്റെ 110-ാമത്തെ ആയത്ത്. കുൻതും ഖൈറ ഉമ്മ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പറയാൻ ഏറ്റവും നല്ല ഉത്തമ സമുദായമാണ് മുസ്ലിം സമുദായം. ഉഖ്രിജത് ലിന്നാസി, മാനവ സമുദായത്തിന് ഉപകാരമുണ്ടാകാൻ വേണ്ടി അല്ലാഹു സൃഷ്ടിച്ച് സംവിധാനിച്ച ഒരു സമൂഹമാണിത്. മറ്റുള്ള ജനങ്ങൾക്ക് ഉപകാരപ്പെടാൻ, മുസ്ലിങ്ങളെ കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരം കിട്ടാൻ. എന്താണ് തഅ്മുറൂന ബിൽ മഅറൂഫ്? നിങ്ങൾ അഥവാ മുസ്ലിങ്ങൾ നന്മ കൽപ്പിക്കുന്നു. വതൻഹൗന അനിൽ മുൻകർ, നിഷിദ്ധമായ കാര്യങ്ങൾ കാണുമ്പോൾ അത് പാടില്ല എന്ന് വിരോധിക്കുന്നു. വതുഅ്മിനൂന ബില്ലാഹ്, അല്ലാഹുവിൽ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു മുജ്തമയിൽ, ഒരു സമൂഹത്തിൽ എന്തെങ്കിലും മോശപ്പെട്ട കാര്യങ്ങൾ കണ്ടാൽ അത് വിലക്കാൻ നമുക്ക് സാധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ റആ മിൻകും മുൻകറൻ ഫലിഗയ്യിറുഹു ബിയദിഹി ഫഇൻ ലം യസ്തതിഉ ഫബിലിസാനിഹി ഫഇൻ ലം യസ്തതിഉ ഫബിഖൽബിഹി ദാലിക അദ്അഫുൽ ഈമാൻ. ഏതെങ്കിലും ഒരു മുൻകറായ നിഷിദ്ധമായ കാര്യം കണ്ടാൽ കൈകൊണ്ട് തടയാൻ കഴിയുമെങ്കിൽ അങ്ങനെ തടയണം. നാവ് കൊണ്ട് സംസാരിച്ച് തടയാൻ കഴിയുമെങ്കിൽ അങ്ങനെ തടയണം. അതല്ലെങ്കിൽ
അതിനും സാധ്യമല്ലെങ്കിൽ ഹൃദയത്തിൽ ആ കാര്യത്തോടൊരു വെറുപ്പ്, അത് പ്രവർത്തിക്കുന്ന ആളുകളോടൊരു വെറുപ്പെങ്കിലും ഉണ്ടാകണം. ദാലിക അദ്അഫുൽ ഈമാൻ, അതാണ് ഈമാനിന്റെ ഏറ്റവും ദുർബലമായ വശം. അതിനപ്പുറത്തേക്ക് പിന്നെ ഈമാൻ ഇല്ല എന്നാ പറഞ്ഞത്. ഇങ്ങനെ അത് അവന്റെ കാര്യം, അങ്ങനെ അവൻ ചെയ്തോട്ടെ, അവൻ ചെയ്തോട്ടെ എന്ന് പറഞ്ഞ് നമ്മളെല്ലാവർക്കും ഇങ്ങനെ അസുക്കൂത്തു അനിൽ മുഫ്സിദീൻ, ഫസാദ് ഉണ്ടാക്കുന്ന ആളുകളെ കണ്ടാൽ നിശബ്ദത പാലിക്കത് ജൂത സമുദായത്തിന്റെ ശാപത്തിനിടയാക്കിയ കാര്യമാണെന്നാണ് ഖുർആൻ പറയുന്നത്. ലുഅനല്ലദീന കഫറു മിൻ ബനി ഇസ്രായീല അലാ ലിസാനി ദാവൂദ വഈസ ഇബ്നു മറിയം ദാലിക ബിമാ കാനൂ യഅ്തദൂൻ കാനൂ ലാ യതനാഹൂന അൻ മുൻകരിൻ ഫഅലൂഹു. അതിക്രമം പ്രവർത്തിക്കുന്ന ആളുകൾ, ആ അതിക്രമം പ്രവർത്തിക്കുന്ന പിന്നെ ബനു ഇസ്രായേൽ സമുദായം, ആ ബനു ഇസ്രായേൽ സമുദായത്തെ രണ്ട് പ്രവാചകന്മാർ ശപിച്ചിട്ടുണ്ട്. ഒന്ന് ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമും ഈസാ അലൈഹി വസ്സലാമും. കാരണം അവർ ധിക്കാരികളായിരുന്നു, അവര് പരിധി വിട്ട് പ്രവർത്തിക്കുന്നവരാണ്. വകാനൂ ലാ യതനാഹൂന അൻ മുൻകരിൻ ഫഅലൂഹു, അവർ കണ്ടാൽ കണ്ണിന്റെ മുമ്പിൽ നിഷിദ്ധമായ കാര്യങ്ങൾ കണ്ടാൽ പാടില്ല എന്ന് പറയില്ല. അത് ഓന്റെ സ്വാതന്ത്ര്യമാണ്, അത് ഓന്റെ പീടികയാണ്, അത് ഓന്റെ കൃഷിസ്ഥലമാണ്, അത് ഓന്റെ വീടാണ്, നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കണ്ട എന്ന് പറഞ്ഞിട്ട് അതിനുള്ള എല്ലാ നിലക്കുള്ള സാഹചര്യങ്ങളും ആ നാട്ടിലുണ്ട്. അതുകൊണ്ടാണ് അവർ ശപിക്കപ്പെട്ടത് എന്ന് സൂറത്തുൽ മാഇദ അതിന്റെ 78, 79 ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, ഇങ്ങനെ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് സമൂഹത്തിൽ നന്മ ഉപദേശിക്കുകയും തിന്മ തടയുകയും ചെയ്യുന്ന അംറു ബിൽ മഅറൂഫും നഹ്യി അനിൽ മുൻകറും നടക്കണം. അത് സമൂഹത്തിൽ വളരെ പക്വതയോടെ, വളരെ പാകതയോടെ നമ്മൾ കണ്ണിന്റെ മുമ്പിൽ കാണുന്നത് മനസ്സിലാക്കത്തക്ക വിധത്തിൽ ഉപദേശിച്ചു കൊടുക്കുക. അതിൽ വളരെയധികം നന്മ സമൂഹത്തിലുണ്ടാകും. അത്തരം നന്മകൾ വ്യാപിച്ചിട്ടുള്ള സമൂഹത്തിന്റെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. എല്ലാ ഫസാദുകളിൽ നിന്നും അള്ളാഹു നമുക്ക് രക്ഷ നൽകുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ഇഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. റബ്ബനാ സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത്ത് മുസ്തഖറ വമുഖാമ. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. واخر دعوانا ان الحمد لله رب العالمين. اللهم صل وسلم وبارك على عبدك ورسولك محمد.